നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി തുടരാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 1.5 വർഷത്തിന് മേലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ സോണ്, സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ്, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ, ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് F&O സെഗ്മെൻറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്കൊരു എൻട്രി, എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അതുകൂടാതെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. ഒരു മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ അവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഇവിടെ എന്നുള്ളതല്ല, ലൈവ് മാർക്കറ്റിലൊരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഇൻ കേസ് നമുക്ക് പെട്ടെന്നൊരു ലോസ് വന്നാൽ എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാർട്ട് വെച്ചിട്ട് ഞാൻ അതിൽ ലൈവിൽ പറയുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലെ വീഡിയോസ് നിങ്ങൾ കാണുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം, ഈ ഒരു ചാർട്ടായിട്ട് മുമ്പോട്ട് പോകണം, ഇതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളും ഈ ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ചാർട്ടാണ് റീഡ് ചെയ്യാനായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്. ബിക്കോസ് ഞാൻ കോഴ്സൊന്നും എടുത്തിട്ടുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എൻ്റെ ചാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ലോസ് വരുന്നവരോ അല്ലെങ്കിൽ ഒരു എൻട്രി, എക്സിറ്റ് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 90% ഒക്കെ അക്യുറസി ആയിട്ട് അവരുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. പഠിക്കുന്നതിനേക്കാൾ ഉപരി മൈൻഡ് സെറ്റാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങൾ കൂടെ ഓർത്താൽ നല്ലത്. അപ്പോൾ അതേപോലെ ഇങ്ങനെയാണ് എൻ്റെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. എനിക്കൊരു സ്റ്റഡി റൂമുണ്ട്, അപ്പോൾ അതിലേക്കാണ് പഠിക്കാൻ താല്പര്യമുള്ളവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ലൈവ് ഡിസ്കഷൻ റൂമുണ്ട്. രാവിലെ 9 തൊട്ട് 10, 9 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെ. ആ ഡിസിപ്ലിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം മാത്രം സെലക്ട് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ആണ് അതിൽ വ്യൂ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും എടുക്കാനോ വിൽക്കാനോ പറയാറില്ല. എന്താ പറയേണ്ട, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ബാക്ക് സപ്പോർട്ട്. അപ്പോൾ പരസ്പരം ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ സാധിച്ചാൽ നല്ലതാണെന്ന്. അപ്പോൾ അങ്ങനെ ലോസ് കുറക്കാൻ പറ്റും എന്നുള്ള താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ലൈവിൻ്റെ ട്രേഡേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1.5 വർഷത്തെ ഡാറ്റാസ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ലീവ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവിലേക്ക് ഗ്രൂപ്പിലേക്ക് ആഡാവാം. അങ്ങനെ എന്താണെങ്കിലും നേരിട്ടൊന്ന് വിളിക്കണം. പഠിക്കാനാണെങ്കിലും ശരി, ലൈവിലാണെങ്കിലും ശരി, എന്താണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റോക്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതിലാണെങ്കിലും നിങ്ങൾക്ക് ഹ്യൂജ് ലോസൊക്കെ ആയിട്ട് നിങ്ങൾ വെറുതെ പാനിക്കായി ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തെ എൻ്റെ അവൈലബിലിറ്റി, സ്ക്രീൻ അവൈലബിലിറ്റി, ചാർട്ട് അവൈലബിലിറ്റി നോക്കിയിട്ട് അതിന് റിപ്ലൈ ഞാൻ മാക്സിമം തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ അവസാനിപ്പിക്കാം. 3 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലൈവിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് സമയം 9:08 ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് ഹ്യൂജ് ഡൗണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് എങ്ങനെ മുകളിലോട്ട് പോയോ ആ രീതിയിൽ തന്നെയാണ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കണേ. നമ്മളത് ബാധിക്കുന്ന വിഷയമല്ല. നമുക്ക് ആവശ്യമുള്ളത് 21 പോയിൻ്റാണ്. അതിനിടയ്ക്ക് മാർക്കറ്റ് താഴെയോ പൊങ്ങുമോ. 414 പോയിൻ്റാണ് മാർക്കറ്റ് താഴ്ന്നിരിക്കുന്നത്. അപ്പോൾ 24,699 മൈനസ് 414 പോയിൻ്റ് താഴ്ന്നു പറയുമ്പോഴത്തേക്കും 24,285. 24,285 എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 24,285 500.
24 245 24 300. ഓക്കെ, അപ്പോൾ 24 300 ഒരു സപ്പോർട്ടുണ്ട്. ഹ്യൂജ് ഗ്യാപ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഗ്യാപ് ഡൗണാണ്. അപ്പോൾ 24 300 മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ നോൺ സ്റ്റോപ്പ് വ്യൂ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യം മനസ്സിലാവും. അപ്പം അതിൽ ഞാൻ സൂം ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു ലെവലുണ്ട്. അതായത് ഇവിടെ ഒരു ബ്ലൂ ലൈനിൻ്റെ മിച്ചം ബാക്കി ഇട്ടിട്ടാണ് പോയിരിക്കണേ. അപ്പം അതൊക്കെ ഫില്ല് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളിലേക്ക് മാർക്കറ്റൊക്കെ പോകണം. അതേപോലെ ഇവിടെ മാർക്കറ്റ് ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് യാത്ര നടത്തിയാണ് മാർക്കറ്റ് പോണേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മൾ അതൊന്നും ഇപ്പം ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ 24 300 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അവിടെ കൺസോൾട്ടേഷനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 24 300 എന്നുള്ളതിനോടൊപ്പം തന്നെ 24 296 എന്നുള്ളത് ഫ്രൈഡേ 19-ാം തീയതിയിലെ കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ അതിന് താഴെയുള്ള ഹിഡൻ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24 245. ഇപ്പോൾ ലൈവിലുള്ളവരാണെങ്കിലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 24 245 ബ്രേക്ക് ചെയ്തു എന്നും പറഞ്ഞിട്ട് നമുക്ക് ചാടിക്കേറി എടുക്കൽ വളരെ പാടാണ്. അവിടെ ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിൽ നിന്നുള്ളത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് താഴത്തേക്കൊന്ന് മാറ്റി പിടിക്കാം. അതായത് അവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു അക്യുറസി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 24 230. അപ്പോൾ 24 300 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് 24 391 പോകും. നേരെ മറിച്ച് അത് ഡൗൺ ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡൗൺ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഫസ്റ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 230 അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അടുത്ത ഒരു സ്റ്റെപ്പിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 24 210 അവിടെ നിന്നും മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു സപ്പോർട്ട് എടുക്കാനുള്ളൊരു ഏരിയ 24 187. അപ്പോൾ ഈ 3 പോയിന്റുകൾ നമുക്ക് ഡൗണിലേക്കാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ ഡൗൺ ആയാലാണ് മാർക്കറ്റ് ഈ ലൈനും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അവിടെ നിന്ന് ഡൗൺ ആയാൽ പിന്നെ കിട്ടുന്ന ഒരു ഗ്യാപ്പ്, വലിയ ഗ്യാപ്പ് എന്ന് വെച്ചാൽ, കാരണം ഓൾറെഡി 400 പോയിൻ്റ് ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ അവിടെ നിന്നും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 24 141 അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒറ്റയടിക്കൊന്നും വരാനുള്ള സ്പേസ് അവിടെ ഇല്ല, ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഏത് ടാർഗറ്റിൽ ഈസി ആയിട്ടുള്ള പ്രോഫിറ്റ് ആണോ അവിടെ നമുക്ക് ലോക്ക് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 15 മിനിറ്റ്സിൽ നിലവിൽ ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ഇത് ക്രോസ് ഓവർ ആയി കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള സമയമുള്ളൂ. ഇപ്പോൾ ഒഴുക്കിനെതിരെയാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മാർക്കറ്റ് മുകളിലോട്ട് വരണം, കാരണം 30 മിനിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ. 1 അവറിൽ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്, 2 അവറിൽ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്, 4 അവറിലും ഡൗൺ സൈഡിലേക്ക് ക്രോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി ഡൗണിലേക്കുള്ള വലിയ ആക്കം മാർക്കറ്റിനുള്ളത് കൊണ്ടാണ് ഈ ഡൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഒരു സഡൻ ഫാള് മാർക്കറ്റിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാം. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് OA വെച്ചിട്ട് നോക്കാം, സമയമുണ്ട്, ധൃതി പിടിക്കണ്ട. അപ്പോൾ 24,500 24,000 24,500. അപ്പോൾ സിയിൽ 24 24,500 മൂവ്മെൻറ്റ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത്. തൽക്കാലം 24,600 എടുക്കാം. സിയിൽ 50-14 ആയിട്ടുണ്ട്. 24,500. അപ്പോൾ പിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 24,700 എടുക്കാം. 24,500 സിയിൽ, 600 സിയിൽ, പിയിൽ 24,700.
RSI സ്റ്റിൽ 2 മിനിറ്റിൽ പിയിൽ എവിടം വരെ പോയി മുട്ടും എന്നുള്ള കാര്യത്തിൽ ദൈവത്തിനറിയാം. ഈ 400 പോയിൻറ്റിൻ്റെ അപ്പാണ് കാണിക്കണത്. നാനൂറിലാണ് പോയി നിൽക്കുന്നത്. സിയിൽ 53. അപ്പോൾ നമുക്ക് സിയിൽ സ്ട്രൈക്ക് ഒന്നും കൂടെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് മൂവ്മെൻറ്റ് തീരെ കുറവായിരിക്കും. സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 70-ലേക്കൊക്കെ പോകുന്നുണ്ട്. അത് 70-75 എക്സ്പാൻഷനായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്ട്രൈക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കുകയില്ല. സിയുടെ സ്ട്രൈക്ക് അങ്ങനെ നിൽക്കട്ടെ. ഇനി 75 ബ്രേക്ക് ചെയ്താൽ 89-ലേക്കാണ്. പിയുടെ സ്ട്രൈക്ക് നമുക്ക് മാറ്റി പിടിക്കാം. $210 നിൽക്കുന്നത്. 210 ബ്രേക്ക് ചെയ്താൽ 223-ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പിയിൽ. പി അവിടെ അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് സിയുടെ സ്ട്രൈക്ക് ഒന്നും കൂടെ ഒന്ന് മാറ്റേണ്ടതുണ്ട്. തൽക്കാലം പിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം RSI ഇവിടെ 15 ക്രോസ് ഓവർ ആവണം. എന്നാൽ മാത്രമാണ് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. 210 എന്നുള്ളത് 220-ലേക്ക് എക്സ്പാൻഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ 210 ബ്രേക്ക് ചെയ്താൽ 223 വരെ ഉള്ള ഒരു മൂവ്മെൻ്റാണ്. ഇപ്പോൾ 18 പോയിൻ്റ് അത് 230-ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 227 ആയിട്ടുണ്ട്. നമ്മൾ 223 പറഞ്ഞത്. 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 223 വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കണേ. അത് ഓൾറെഡി 227 വരെ പോയിട്ടുണ്ട്. കാരണം RSI സ്റ്റിൽ പീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ് അവിടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കേണ്ടി വന്നത്. വരും, ഏതായാലും താഴത്തോട്ടൊക്കെ വരും. സിയിൽ ഡൗൺ എന്തായാലും ഉണ്ട്. കാരണം അതിൻ്റെ ലോവർ വിക്കിലേക്ക് മാർക്കറ്റ് വരാനുണ്ട്. അപ്പോൾ 210 മുതൽ 227 വരെ 17 പോയിൻറ്റ്. 17 പോയിൻ്റ് ഒരു 15 പോയിൻറ്റോ 10 പോയിൻ്റ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ടൊക്കെ ബുക്ക് ചെയ്യാം. ബാക്കിയുള്ളൊരു 11 പോയിൻറ്റും കൂടെ ഒപ്പിക്കണമെന്നുള്ളത്. ഇപ്പോൾ കുറച്ച് കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒപ്പിച്ചാൽ മതി. ആ 230 എന്നുള്ള എക്സ്പാൻഷനും കൂടെ എന്താവും എന്നറിയണം. അപ്പോൾ 229.9 ആണോ? 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 244-ലേക്കാണ് മൂവ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ആ പിയുടെ മൂവ്മെൻറ്റ് സ്ട്രൈക്ക് കഴിയാതെ നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കണം. ഏത് സമയത്തും താഴത്തോട്ട് വലിവ് വരാനുള്ള പോസിബിലിറ്റി നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞത്. സിയിലാണെങ്കിൽ 200 201 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 209-ലേക്കുള്ളൊരു സാധാരണ മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. 209 ബ്രേക്ക് ചെയ്താലാണ് 222-ലേക്കൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ എന്തായി അവസ്ഥയെന്ന് നമുക്ക് ഇൻഡെക്സിൽ നമ്മൾ പറഞ്ഞ ആ 300-ലാണ് മാർക്കറ്റ്. ആദ്യത്തെ 15 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് 24-300-ലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിലവിൽ നിൽക്കുന്നത്. ഈ 15 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഹൈയിലേക്കാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ 24-390-ഉം ഡൗൺ സൈഡിലേക്കാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24-230-ലേക്കും ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു 15 മിനിറ്റ്സ് എന്തായാലും ഇത്തിരി സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. നമ്മൾ പറഞ്ഞ കറക്റ്റ് നമ്മുടെ ചാർട്ടിൽ നമ്മൾ പറഞ്ഞതല്ല, ചാർട്ടിലുള്ളൊരു ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ എപ്പോഴാണ് സിയിലേക്കൊരു മൂവ്മെൻറ്റ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RSI സിയിൽ പിയിൽ ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമായിരിക്കും
നമുക്ക് സിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യണമെങ്കിലും 190 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. 190 ബ്രേക്ക് ചെയ്താൽ 196 വരെ മാർക്കറ്റ് പോകും. അപ്പോൾ ഇവിടെയുള്ള ഒരു 10 പോയിൻ്റ് അല്ലെങ്കിൽ 15 പോയിൻ്റ് ഈസി ആയിട്ട് എടുത്ത് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മാക്സിമം കയറ്റി കോസ്റ്റ് ടു കോസ്റ്റോ ഒക്കെ മാക്സിമം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയേക്കാം. കാരണം 230 എന്നുള്ള മിച്ചം ഇട്ടിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ 200, അതായത് പ്രീവിയസ് ക്യാൻ 228 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 230ലേക്ക് പോകും. 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 246ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് പിയിലേക്ക് ഇനിയും മാസീവ് മൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് താഴത്തേക്ക് വരുവാണെങ്കിലും 170ലേക്കായിരിക്കും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വരുന്നത്. അല്ലാത്തത്രോളം കാലം നമ്മൾ സിയിലേക്ക് താൽക്കാലികമായിട്ട് നോക്കുന്നില്ല. ഇപ്പോൾ 160 ആ ഇടം കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഡോട്ടിലേക്കാണ് സി 153ലേക്ക് സപ്പോർട്ട് എടുക്കുന്നത്. 240ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 235, 236, ഇത്രയൊക്കെ മതി. 240 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇനിയും പോകുള്ളൂ. അതിങ്ങനെ സ്റ്റെപ്പായിട്ടേ പോകത്തുള്ളൂ. ഇപ്പം എങ്ങനെ എന്തൊക്കെ നോക്കിയാലും 210 നിന്നാണെങ്കിൽ 236 വരെ മാർക്കറ്റ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലോ 1 പോയിൻ്റ് ഇട്ടാലോ എന്തായാലും നമ്മുടെ 21 പോയിൻ്റ് ഓൾറെഡി രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഓക്കെ, ട്രെയിൽ ചെയ്ത് അങ്ങ് വെച്ചാൽ മതി. ഒരു ചെറിയ പൊടിക്കും കൂടെ വരും തിരിച്ച് താഴത്തോട്ട്. അതായത് സിക്ക് മൂവ്മെൻ്റ് ഒക്കെ എന്തായാലും കിട്ടും. അത് ഇവിടുത്തെ ക്രോസ് ഓവർ ആവാതെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 210 മുതൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ 209 മുതൽ 209 മുതലാണെങ്കിൽ 240. അപ്പോൾ 239.9 ഒക്കെ പോയിട്ട് വേണമെങ്കിലും തിരിച്ചു പോരാം. 240 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 247ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. 238, 239, 250ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ 246, 247, 48. കാരണം ഇവിടെ വൈറ്റ് ഡോട്ട് ഉണ്ട്, അവിടെയാണ് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നത് സി. അപ്പോൾ അവിടെ നിന്ന് ഏത് നിമിഷവും മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സി സപ്പോർട്ട് എടുക്കാനുള്ള 139 ആണ്. 250 ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ട്രെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 210 നിന്ന് 250 വരെ 40 പോയിൻ്റാണ്. ഞാൻ അതൊന്ന് 15 മിനിറ്റ്സിലേക്കൊന്ന് മാറ്റാം. കാരണം അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. 251 ടിപ്പിലാണ് ഇടിച്ച് നിൽക്കുന്നത്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ 274 ഉള്ളൂ. 15 മിനിറ്റ്സിൽ 270 റിജക്ഷൻ ഏരിയ ആയിട്ട് നിൽപ്പുണ്ട്. 255, 57 റിജക്ഷൻ ഏരിയ ആണ്. അപ്പോൾ അവിടെ സ്ട്രഗിളാണ്, കൺസോൾട്ടേഷൻ സോണാണ്. മാർക്കറ്റ് ഇനിയിപ്പോൾ നിലവിൽ മാക്സിമം പോയി കഴിഞ്ഞാലും പോകാനുള്ളത് 270 വരെ മാർക്കറ്റ് പോകാനുള്ളത്. 262 ആയിട്ടുണ്ട്, 264 ആയിട്ടുണ്ട്, 66, 270 ഒരു റിജക്ഷൻ പോയിൻ്റാണ്. 270 ഏതാണ്ടൊക്കെ 257, 200 അവിടെയൊക്കെ ഏതാണ്ടൊക്കെ സ്റ്റേബിളാണ്. അപ്പോൾ ഡിസിപ്ലിനായിട്ടുള്ളവർക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ 269 വരെയൊക്കെ മാർക്കറ്റ് പോകാം. 269, 270 ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ 292 ഈ സെയിം മാർക്കറ്റ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ട്രേഡ് ചെയ്ത്. അന്നും 230 പോയിൻ്റ് ഡൗൺ ആയപ്പോൾ മാക്സിമം ആൾക്കാർ അവിടെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇപ്പം തിരിച്ചു വരുമെന്നുണ്ടും പറഞ്ഞിട്ട് അവിടെ സ്വാഭാവികമായിട്ട് നോർമലായിട്ടുള്ള ചിന്ത ഉണ്ടല്ലോ, ഇത്രയും ഡൗൺ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു വരും എന്നുള്ളൊരു ട്രെൻഡാണ് അവിടെ എല്ലാവരും. അപ്പോൾ അന്ന് നമ്മൾ എന്ത് ചെയ്തോ അത് തന്നെ എന്തും ചെയ്തു, മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്തു എന്നുള്ളതാണ്. 267 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. വളരെ സേഫായിട്ടുള്ള സോണാണ്. നമ്മൾ 210 ബ്രേക്ക് ചെയ്തിട്ടാണ് എൻട്രി പറഞ്ഞത്. അപ്പോൾ 217, 270 എന്ന് പറഞ്ഞിട്ട് 265 വരെ വന്നാൽ 55 പോയിൻ്റാണ്. ഇത് കൺസോൾട്ടേഷൻ സോണാണ്. 270 ബ്രേക്ക് ചെയ്താൽ പിന്നെ 330ലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ ഒരു മിച്ചം വെച്ചിട്ടാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങിയേക്കണേ. കാരണം സിയിലേക്ക് എന്തായാലും ഒരു മൂവ്മെൻറ്റ് വരണം. മാക്സിമം കയറ്റി വെക്കാം, ഇറങ്ങാം, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. ഇല്ലെങ്കിൽ 21 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. ഒന്നെങ്കിൽ 21 പോയിന്റ്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം പോയിന്റ്. ഈ സാധനമൊക്കെ മാക്സിമം മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഏത് സ്ട്രൈക്കാണെന്ന് ഞാൻ ഓർക്കാനില്ല. മാർക്കറ്റ് എവിടെ പോയാലും
തിരിച്ച് 450 ഒരു പിയുടെ സ്ട്രൈക്ക് തിരിച്ചു വരും എന്ന് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയായിട്ട് പറയുന്നുണ്ട്. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. മാർക്കറ്റ് എവിടെ പോയാലും ഇന്ന ഒരു സ്ട്രൈക്ക്, അത് ഞാൻ ഏത് വീഡിയോയിലാണ് ഞാൻ ഓർക്കുന്നില്ല, ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എടുക്കാം എടുക്കാതിരിക്കാം. മാർക്കറ്റ് 60 70 400 വരെ മാർക്കറ്റ് അടുത്ത വ്യാഴാഴ്ചക്കുള്ളിൽ റൈഡ് ചെയ്ത് വരുമെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. അത് ഏത് വീഡിയോ ആണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത് ആ വരാനുള്ള കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് ശീലിച്ചാൽ മാത്രം അതൊക്കെ പോസിബിളായിട്ട് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. 267 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു 150 പറയുമ്പോൾ ഒരു 139. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ 270 എന്ന് പറയുമ്പോൾ അത്ര ഡെൽറ്റ വാല്യൂ നിൽക്കുന്ന സ്ഥലത്ത് ഒരു 2 പോയിൻ്റൊക്കെ നമുക്കൊന്ന് മിച്ചം വെക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. 265 ഇറങ്ങിയാലും 210 മുതൽ 65 വരെ 55 പോയിൻ്റാണ്. അത് 21 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കുക, ബാക്കി കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ 265 67 വരുമ്പോഴത്തേക്കും അതിലൊരു 50% വിട്ട് കളയുക, ബാക്കി 21 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 5 മിനിറ്റ്സിലും RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ പോണത്രോളം പോട്ടെ. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് നമ്മുടെ ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 269 വരെ വന്നിട്ടുണ്ട്. 270 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് 292 ഇട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ വാതിൽ തുറക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ഇവിടെ കറക്റ്റായിട്ട് വയലറ്റ് ലൈനിൽ 2 മിനിറ്റിലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമാണ് അടുത്ത ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. 270 ബ്രേക്ക് ചെയ്താൽ 292 പോകണം. 92 ബ്രേക്ക് ചെയ്താൽ 330 മാർക്കറ്റ് പോകണം. അപ്പോൾ ഇതൊരു സേഫായിട്ടുള്ളൊരു സോണാണ്. അപ്പോൾ നമുക്കത് മതി എന്നുണ്ടെങ്കിൽ അത് മതി. ഒരു 10 പോയിൻ്റ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു 55 പോയിൻ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ വേണ്ട, ഒരു 21 പോയിൻ്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എന്താ വേണ്ടത്? സമയം എത്ര? 9:26 ആയിട്ടുള്ളൂ. അപ്പം അതിനുള്ളിൽ കൃത്യമായിട്ടൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങണം. മാർക്കറ്റ് എങ്ങോട്ട് വേണം പൊക്കോട്ടെ. അപ്പം നമുക്ക് ഇന്ന് അതിനെപ്പറ്റി ആലോചിച്ച് നമ്മൾ വെറുതെ വറീഡായിരുന്നിട്ടൊന്നൊരു കാര്യമില്ല. 270 ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്യില്ല, അല്ലെങ്കിൽ തിരിച്ച് 217 മാർക്കറ്റ് ഫാളാവും. 270 ബ്രേക്ക് ചെയ്ത മുകളിലോട്ട് അല്ലെങ്കിൽ 217 ഫാൾ. RSI ഇവിടെ ഡൗൺ സൈഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് സോണിലാണ് CE നിൽക്കുന്നത്. അപ്പോൾ CE ഈ ഒരു ക്യാൻഡലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്രോസ് ഓവർ വരാതെ നമുക്കൊരിക്കലും CEനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഇതൊരു സപ്പോർട്ട് സോൺ ആണോ എന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് നിൽക്കുന്നത്. ശരിക്കും സപ്പോർട്ട് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 139. 269 വരെ ഓൾറെഡി നമ്മൾ പോയിട്ടുണ്ട്. 1 പോയിൻ്റ് 2 പോയിൻ്റൊക്കെ സ്ട്രഗിൾ ചെയ്ത് വരും. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഇതേപോലത്തെ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഫോം ചെയ്ത്. അത് സിയിലാണോ പിയിലായിരുന്നോ ഞാൻ ഓർക്കുന്നില്ല. 154 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആവാതെ സി എന്തായാലും മൂവ് ചെയ്യത്തില്ല. 5 മിനിറ്റിലാണെങ്കിലും ഒരു റീക്രോസ് ഓവറാണ് 5 മിനിറ്റിൽ വന്നിരിക്കുന്നത്. 270 ബ്രേക്ക് ചെയ്തിട്ടില്ല. പ്രീവിയസ് ക്യാൻഡലിൻ്റെ 5 മിനിറ്റിലെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 260, ഇതിൻ്റെ ഹൈ എത്രയാണ്? 267. നിലവിലുള്ളതിൻ്റെ ഹൈ 269. 270 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 296 മാർക്കറ്റ് പോകും. കാരണം അടുത്ത ക്യാൻഡിൽ 40 സെക്കൻഡ് കൂടെ ഉണ്ട്. ഇതൊരു ഡോജി ക്യാൻഡിലാണ്. ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ടും 270 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 294 ആയിരിക്കും നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 244 സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചാലും 34 പോയിൻ്റ് ഉണ്ട്. 244.28 റിജക്ഷൻ ഏരിയ, അതായത് സപ്പോർട്ട് ഏരിയ. 244.30 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ.
അപ്പോൾ ആദ്യത്തെ മൂവ്മെൻ്റൊക്കെ ഓൾറെഡി ഡണ്ണാണ്. അടുത്ത 5 മിനിറ്റിൽ ചെറിയൊരു ലോ ഉണ്ടാവും. ആ ലോ 244 വരാം. 244 വന്നിട്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരുള്ളൂ. അല്ലെങ്കിൽ 270 ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ക്യാൻഡിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് തന്നെ നെക്സ്റ്റ് ക്യാൻഡിലും കിട്ടും. 216, 260 ക്ലോസ് എത്ര, 261, ഒരു 10-30 പോയിൻറ്റ്. അപ്പോൾ ആ 10-30 പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാലും ഇത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ 295 വരെ ഈസി ആയിട്ട് കിട്ടും. 75, 78, 79, 285 എക്സ്പാൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ക്യാൻഡലിൻ്റെ ക്ലോസ് വെച്ചിട്ട് ഏകദേശമൊക്കെ ഒരു പിയുടെ കാര്യത്തിൽ ഏകദേശമൊക്കെ ഒരു തീരുമാനമാവും. ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇതിൽ കിട്ടിയ 30 പോയിൻ്റ് ഇതിൽ 30 പോയിൻ്റ് കിട്ടണം. അപ്പോൾ ഓപ്പൺ 264 ആണെങ്കിലും ഒരു 30 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 96 വരെ ഏകദേശം വരേണ്ട ക്യാൻഡിലാണിത്. ഇൻ കേസ് ഇപ്പോൾ നമ്മളത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ കേസ് ലോ അടിച്ചാലും 245-ൻ്റെയോ അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വരുള്ളൂ. അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക. എന്നിട്ട് 296 പോവുകയാണെങ്കിൽ ഒരു 280 ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. നല്ല സ്ട്രഗിളാണ് നിൽക്കണേ. സിയിൽ 2 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിൽ വരാനായിട്ടുള്ള ചാൻസിന് മാത്രമാണ് ഈ വെയിറ്റ് ചെയ്യണത്. ഇവിടെ RSI സിയിൽ കർവ് ആയിട്ടുണ്ട്, പക്ഷെ ക്രോസ് ഓവർ ആയിട്ടില്ല, ഗ്രീനിലേക്ക് കയറിയിട്ടുമില്ല. അപ്പോൾ മാക്സിമം പിയിൽ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു ട്രെൻഡ് ഡൈവർജൻസിനുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് പിയിൽ ഡൗണിലേക്ക് വരാനുള്ള സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അത് ഡൗൺ ആയാൽ ഒരൊറ്റയടിക്ക് സാധനം 195 പോരും. അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യുക. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ആയാൽ മാത്രമാണ്. ഇവിടെ RSIയുടെ ക്രോസ് ഓവർ വരുന്നുണ്ട്. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ആയാൽ 152 ബ്രേക്ക് ചെയ്താൽ 180 മാർക്കറ്റ് മൂവ് ചെയ്യണേ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. 152 മുകളിലോട്ട് പോയാൽ മാത്രമാണ് സിയിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരത്തുള്ളൂ. അപ്പം അവിടെ സൂചനകളൊക്കെ തരുമ്പോൾ അവിടെ പരിപാടി നേരെ കയറ്റി വെച്ചിട്ട് ഒതുക്കിയേക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ തിരിച്ച് പി 285 വരില്ല എന്നൊന്നുമല്ല. അത് ചിലപ്പോൾ താഴത്തൊക്കെ പോയി 195 പോയിട്ടായിരിക്കും ചിലപ്പോൾ തിരിഞ്ഞ് കറങ്ങി 285 വരുന്നത്. നമ്മൾ 285 അവിടെ കണ്ടെന്ന് പറഞ്ഞ് നമ്മളെടുത്ത് എല്ലാ ക്യാൻഡിലും ഗ്രീനായിട്ട് 285 പോകുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. സിയിലും കുറച്ച് മൂവ്മെൻ്റൊക്കെ വരാനുണ്ട്. മറ്റേ മഞ്ഞ ലൈൻ പൊക്കത്ത് നിൽക്കുകയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആണ് നമ്മൾ പറഞ്ഞത് സൂക്ഷിക്കണം, മാക്സിമം കയറ്റി വെക്കണം. മാർക്കറ്റ് തിരിയാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായി, 140 നിന്ന് മറ്റേത് ക്വിറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് ഓപ്പോസിറ്റ് എടുത്ത എന്തായി അവസ്ഥ, 140 നിന്ന് 159 വരെ മാർക്കറ്റ് മൂവായി. അതാ മൂവ് ചെയ്ത് 171 180 ഹിറ്റ് ചെയ്യണം. അപ്പോൾ എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജാണ്. അതായത് മാർക്കറ്റ് തിരിയാൻ തയ്യാറായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ എനിക്കിങ്ങനെ കമൻറ്ററി ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് ഉദ്ദേശിച്ച് കിട്ടിയ പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് തയ്യാറായിട്ട് ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വീണ്ടും മേടിച്ച പ്രൈസിലേക്ക് കൊണ്ടുവരിക. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. അതിനകത്തൊന്നും എനിക്ക് റോളില്ല. കൃത്യമായിട്ട് കമൻറ്റേറ്റർ തരുമ്പോൾ അതനുസരിച്ചിട്ട് എടുത്താൽ പ്രോഫിറ്റ് ആവാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വ്യൂ പറയുന്നത്. അപ്പോൾ ഈ വ്യൂവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. 9:34 ആയപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. 140 156 എത്തി നിൽക്കുന്നത്. ആ 86 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 170 180 പോയി ഹിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏകദേശം 209 ഭാഗത്തേക്കൊക്കെ വരണമെന്നാണ്. കറക്റ്റായിട്ടാണ് മാർക്കറ്റ് ഇവിടെ ഡൗൺ ആയിരിക്കണേ. അപ്പോൾ ഇവിടെ ഒരു 140 മറ്റോ ഡൈവർജൻസ് അനുസരിച്ച് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും
ഒരു പോയിന്റ് കോസ്റ്റ് ടു കോസ്റ്റ് കയറ്റി വെച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നെങ്കിൽ അത് 140 കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് അടിക്കണം. അപ്പം ഇവിടെ ഈ SME വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് ഇവിടെ ആദ്യത്തെ റിജക്ഷനാണ്, റെസ്പെക്റ്റാ. അപ്പോൾ ഇതൊന്നും ഒരു ഇതായിട്ടൊന്നും ഞാൻ കണക്ക് കൂട്ടണില്ല. എന്തായാലും ഇവിടെ വൈറ്റ് ലൈനിൽ ഇടിക്കാനായിട്ട് വരികയും വേണം, പോയി റെഡ് ഡോട്ടിൽ ഇടിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ അത് നമ്മുടെ ടാർഗറ്റ് സ്ക്രീൻഷോട്ട് എടുത്തില്ലായിരുന്നു. 270 നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. അത് 278 വരെ പോയിട്ടുണ്ട്. അത് വളരെ ഈസി ആയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ 210 എന്നുള്ളത് 270 വരെ 60 പോയിൻ്റാണ് ഈസി ആയിട്ട് കിട്ടിയത്. അതിനുശേഷമുള്ള നമ്മൾ ഇവിടെ തിരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഡൈവർജൻസ് ഇവിടെയാണ് വന്നത്. അപ്പോൾ 140 എന്നുള്ള ആ ഒരു എൻട്രി ആണെങ്കിലും 141 കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക. എന്നിട്ട് അത് എവിടം വരെ വെയിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ച് പൊക്കോട്ടെ, കാരണം മറ്റേതിൽ ഓൾറെഡി 19 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ 150 റിജക്ഷൻ അടിച്ചിട്ട് നിൽക്കുന്നത്. ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കേസ് എന്തുകൊണ്ടാണ് 140 എൻട്രി കഴിഞ്ഞാലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പുറത്ത് 285 എന്നുള്ളൊരു ലെവൽ നേരത്തെ മിച്ചം ഇട്ട് വെച്ചിട്ടുണ്ട്. 285 എന്നുള്ളത് നമ്മളെ കാണിച്ചിട്ടാണ് ഇവിടെ ഈ ഡൗൺ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എൻട്രി എടുത്താലും 140 എന്നാണെങ്കിൽ 152 മുതൽ 160 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 20 പോയിന്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അത് 150 ട്രെയിൽ ചെയ്ത് വെച്ചാൽ 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് ടു കോസ്റ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 1 പോയിന്റ് ബ്രോക്കറേജ് കിട്ടിയിട്ടുണ്ട്. അത് കോസ്റ്റ് ടു കോസ്റ്റ് വെക്കാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 285 ഓൾറെഡി ഒരു ലൈൻ കാണിച്ചിട്ടാണ് നമ്മളെ കൊതിപ്പിച്ചിട്ട് തിരിച്ച് താഴത്തോട്ട് പോയത്. അപ്പം ഞാനിവിടെ ഉണ്ട്, അത് ഞാനൊന്ന് മാഞ്ഞു പോയിരിക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഇപ്പോഴൊന്നുമില്ല. 270 അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് 270 വിത്ത് 277 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 285 ഇട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ പോകത്തില്ല. അല്ലാത്തടത്തോളം കാലം ഇപ്പം ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ റിജക്ഷൻ ആയിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്കും കൂടെ കയറിയാലാണ് കൺഫേം ആയിട്ടുള്ള ഒരു സിയുടെ കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്കൊരു റിജക്ഷൻ, ചെറിയൊരു 10 പോയിന്റ് സ്കാൽപ്പിംഗ് മെത്തേഡ് അവിടെ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതവിടെ നടക്കട്ടെ. ഇവിടെ SMA താഴെ നിൽപ്പുണ്ട്, ബോട്ട് ചെട്ടിയൊക്കെ അടുത്തടുത്തടുത്ത് വരുന്നുണ്ട്. ഇവിടെ 261 നിൽക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ 140 കോസ്റ്റ് ടു കോസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ മഞ്ഞ ലൈനോ 175 180, അതിനപ്പുറത്തേക്ക് വേറൊരു തീരുമാനം എടുക്കണ്ട എന്നാണ് എൻ്റെ തീരുമാനം. അതാണ്, ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ 170. അതിനപ്പുറത്തേക്ക് വേറൊരു തീരുമാനമില്ല. അത് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ച് 1 2 ഈവൻ 5 പോയിന്റ് പോയാലും നമുക്കതിൽ സങ്കടമില്ല, കാരണം ഇവിടെ മാക്സിമം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഡൈവർജൻസ് പറഞ്ഞ ആ ഒരു 140 എന്നുള്ളത് എത്ര വരെ പോയിട്ടുണ്ട്, 156, 16 പോയിൻ്റാണ് അത് മൂവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫൈനലായിട്ടുള്ളൊരു ടാർഗറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 179 അതും കൂടെ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ഒരു സപ്പോർട്ടിംഗ് സോൺ എന്ന് പറഞ്ഞത് 226 220 PE ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കറക്ഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. യെല്ലോ ലൈനിലേക്ക് ഇവിടെ മുട്ടിയിട്ടുണ്ട്, ഇവിടെ മുട്ടിയിട്ടില്ല, സിയിൽ മുട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും 226.44 225 ഡബിൾ സപ്പോർട്ടിംഗ് സോണാണത്. പിന്നെ ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പിയിൽ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഏകദേശം 226.21 മഞ്ഞ ലൈനിലേക്ക്
ഏകദേശം മുട്ടി മുട്ടി ഇല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് തന്നെ 160. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടാർഗറ്റ് എന്തായിരുന്നു? 167, 165, 167 161 ആയിട്ടുണ്ട്. ഓക്കെ, 164 ആയിട്ടുണ്ട്. 167 ഓൾറെഡി അവിടുത്തെ ടാർഗറ്റും ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട്. നമ്മൾ 170 പറഞ്ഞത്. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കോള് അല്ലെങ്കിൽ ടിപ്പ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരിടുന്ന ടാർഗറ്റ് 170 ആയിരിക്കും. പക്ഷേ നമ്മുടെ ടാർഗറ്റ് അവിടെ നിന്ന് കുറച്ചും കൂടെ താഴെ 167 അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലൈവ് മാർക്കറ്റിലാണ് നമുക്ക് ഇപ്പോൾ പലരും ഇവിടെ ഒരു 170 ലൈവ് വരച്ച് വെച്ചിട്ട് അവിടെ ഹിറ്റാവുമെന്ന് പറഞ്ഞ് ട്രിഗർ പ്രൈസ് അടിച്ചിടും. പക്ഷേ ഞാനങ്ങനെ ട്രിഗർ പ്രൈസ് അടിച്ചിടില്ല. ആ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് നമുക്കൊരു ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 140 മുതൽ 167 വരെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. നമ്മൾ പറഞ്ഞ വാക്ക് ചാർട്ടിനടുത്ത് പാലിച്ചു. ഓക്കെ, ഇനി അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 170 ഇവിടെ നിന്ന് ഇനിയൊരു മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പറന്നായിരിക്കും മുകളിലോട്ട് സിയിലേക്ക് പോകുന്നത്. ആ ഒരു മൂവ് ബിഗ് മൂവ് ആണെങ്കിൽ 209 വരെ അത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം പിയിൽ ഇവിടെ 211 ടച്ച് ചെയ്യാനായിട്ട് മിച്ചം കിടപ്പുണ്ട്. അത് ചിലപ്പോൾ വെരി നെക്സ്റ്റ് ക്യാൻഡിലോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഒന്ന് പൊക്കത്ത് പോയി 252 പോയിട്ടൊക്കെ ആയിരിക്കും തിരിച്ച് താഴത്തോട്ട് വരുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മൂവ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. 270 പറഞ്ഞെങ്കിലും നമ്മൾ ഈ ഒരു യെല്ലോ ലൈൻ മുട്ടുന്നവരെയാണ് പറഞ്ഞത്. ഈസി ആയിട്ട് 140 മുതൽ 165 വരെ. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ 2 വ്യൂവും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ഡേ ആയിരുന്നു. നമ്മൾ ഇതെന്താണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വീഡിയോ കണ്ടവർ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ലൈവും കൂടെ പോയി കാണുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ചെയ്തിട്ടുള്ളത്. ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. എനിവേ ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. RSI ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. 165 ബ്രേക്ക് ചെയ്ത് 100 എത്രയിലേക്ക് അഞ്ഞ് പോകാനുള്ളതാണെങ്കിലും അടുത്തൊരു ബ്രേക്ക് ഔട്ടിൻ്റെ ടിപ്പ് വരികയാണെങ്കിൽ ഏകദേശം വരാനുള്ള ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 166, 176 കാരണം വണ്ടി ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയുള്ള മൂവ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും, ക്യാൻഡിലിന് ലെങ്ത്ത് കൂടുതലായിരിക്കും. സിംഗിൾ ക്യാൻഡിലിൽ തന്നെ ചിലപ്പോൾ ഒരു 166, 177 വരെയൊക്കെ വരേക്കാം. അപ്പം അങ്ങനെ 177 വരെ വരികയാണെങ്കിൽ 170 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നേരെ ട്രെയിൽ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈവേ ആണ്, ഇനിയുള്ള ക്യാൻഡിലിന് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഏകദേശം നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ടായിട്ടാണ് നിൽക്കുന്നത്. ആ 170 അത് നമ്മുടെ പറഞ്ഞ ടാർഗറ്റിന് അടുത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സമയം എത്രയായി എന്നിട്ട് കമൻറ്റ് ചെയ്യാം. 37 മിനിറ്റായി. നമ്മൾ 40-42 മിനിറ്റ് ആകുമ്പോൾ ഏകദേശം ടാർഗറ്റൊക്കെ റീച്ച് ചെയ്തിട്ടാണ് നമ്മൾ ലൈവ് വൈൻഡപ്പ് ചെയ്യാറ്. 170 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരെ 170 ലോക്ക് ചെയ്തിട്ട് വൈകുന്നേരം വരെ അവിടെ ഹോൾഡ് ചെയ്തിട്ടേക്കുക. അപ്പോൾ വീഡിയോ വേണമെങ്കിൽ ഞാൻ പോസ് ചെയ്ത് വെക്കാം. മാർക്കറ്റ് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്തിട്ട് എത്ര വരെ കിട്ടും എന്ന് നമുക്ക് മാക്സിമം നോക്കാം. 170 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ശരിക്കും ലെങ്തി ക്യാൻഡിൽ വരേണ്ടതാണ്. അവിടം വരെ നിന്നാലൊന്നും പോരാ. ശരിക്കും പറഞ്ഞാൽ 179 വരെയൊക്കെ വരേണ്ടതാണ്. ഇപ്പോൾ 170 അപ്പോൾ വേണമെങ്കിൽ 166, 165 ഒക്കെ ലോക്ക് ചെയ്ത് വെക്കാം. പ്രശ്നങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പറന്നായിരിക്കും മാർക്കറ്റ് പോണേ. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മൾ ഫൈനൽ ടാർഗറ്റ് 170 റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ട. നമുക്കിനി ബാക്കി നാളെ മതി. മാർക്കറ്റ് ഇനി എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ, നമുക്കൊരു തിരക്കുമില്ല. ഒന്നുണ്ടെങ്കിൽ 165 ലോക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ സംഭവിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഇന്ന് PSEയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി ചിലപ്പോൾ ഒരു 155 വരാതിരിക്കാം. വന്നാൽ മാത്രമേ വിഷയമുള്ളൂ. അല്ലെങ്കിൽ ഇനി ഉണ്ടാകുന്ന ക്യാൻഡിലിൻ്റെ ഫോർമേഷന് ഹൈ വോളിയം ആയിരിക്കും. എന്ന് വെച്ചാൽ ലെങ്തി ക്യാൻഡിലായിരിക്കും. ഇപ്പോൾ മേജറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞ് 208, 220 അല്ലെങ്കിൽ ഇത് ക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ മറ്റേതിൽ 55 പോയിൻ്റ് കിട്ടി. ഇതിലെത്ര കിട്ടി? നമ്മൾ പറഞ്ഞ 176 വരെ മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 167 ഒക്കെ ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് സമയമുണ്ട്.
ലെങ്തി ക്യാൻഡിലായിരിക്കും എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വണ്ടി ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ 5th കയറിയിട്ട് അടിച്ച് കത്തിച്ച് പോകണമെന്നുള്ളതാണ് നാട്ടു നടപ്പ്. 188 47 പോയിൻ്റാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മറ്റേതിൽ ഒരു 50 പോയിൻ്റ് ആണെങ്കിലും ഇതിൽ 46 പോയിൻ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് 90 പോയിൻ്റാണ്. ഞാൻ ഒരു മാസം ലൈവിൽ വ്യൂ ആയിട്ട് ഷെയർ ചെയ്യുന്നതേ 250 പോയിൻ്റേ ഉള്ളൂ. ഇപ്പോൾ ഇന്നിപ്പോൾ 5-ാം തീയതിയായി. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ച 4 ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് മാക്സിമം പോയിൻ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. അത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ വിക്കിലാണ് ഈ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ ക്യാൻഡലിൻ്റെ ലോവർ വിക്കിലേക്ക് കയറ്റി വെച്ചാലും കുഴപ്പമില്ല. ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നാൽ 175ലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ കയറി അങ്ങ് പൊക്കോട്ടെ. നമുക്കതൊരു അലർട്ട് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ 209. ഇവിടെ നിന്നൊരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് നെക്സ്റ്റ് ക്യാൻഡലിലോ ഈ ക്യാൻഡലിലോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 209 ആണ്. ഇത് റിജക്ഷൻ ഏരിയ ആണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന ക്യാൻഡിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് അലർട്ടാവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രശ്നങ്ങളില്ല എങ്കിലും നിങ്ങളൊന്ന് അലർട്ടായിക്കോ, സ്റ്റോപ്പ് ലോസ് ഒക്കെ കയറ്റി വെച്ചോ എന്നാണ് RSI നമുക്ക് ഒരു ഇൻഡിക്കേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അത് പക്ഷെ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ടാർഗറ്റോ സപ്പോർട്ടിലേക്കോ ഈ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ലെവൽ എന്ന് പറയുമ്പോൾ 187.45 ആണ്. ട്രിഗർ പ്രൈസ് റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് പറയുന്നത് 209. ഒന്നെങ്കിൽ 209 പോയി ഇടിച്ചിട്ട് റിവേഴ്സ് ആവണം, ഇല്ലെങ്കിൽ 187 ബ്രേക്ക് ചെയ്ത് 175ലേക്ക് മാർക്കറ്റ് ഫാൾ ആവണം ഈ ക്യാൻഡിൽ. $187.45. അതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. നമ്മൾ നീലവര വരച്ചിട്ട അതിനെ സാധാരണ റെസ്പെക്റ്റ് ചെയ്യാറാണ് പതിവ്. പോരണേ പോട്ടെ, നമുക്ക് കുഴപ്പമില്ല. നമുക്കിനി പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം മുകളിലോട്ട് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ അലർട്ട് വന്നു, അതുകൊണ്ടാണ് മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ എനിവേ ഇനിയിപ്പോൾ മാർക്കറ്റ് ആവശ്യത്തിൽ കൂടുതലൊക്കെ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.